അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഉറക്ക് എന്നുള്ളത് അല്ലാഹു നിങ്ങൾക്ക് തരുന്ന അനുഗ്രഹമാണ്. ഉറക്ക് എന്നുള്ളത് അല്ലാഹു നിങ്ങൾക്ക് തരുന്ന അനുഗ്രഹമാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന വഹുവല്ലദീ ജഅല സബാതാ, രാത്രി സമയത്തെ നിങ്ങൾക്ക് വസ്ത്രമാക്കി തന്നു. പിന്നെയോ ഉറക്ക് എന്നുള്ളത് നിങ്ങൾക്ക് വിശ്രമിക്കാനുള്ളതാണ്. അല്ലാഹുവേ, ഉറക്ക് കിട്ടാത്ത ആളുകളുണ്ട്, ഉറക്ക് കിട്ടാത്ത ആളുകളുണ്ട്. ഉറക്കം വരാതെ പ്രയാസപ്പെട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഒരാൾക്ക് ഉറക്കം വരാതെ വല്ലാതെ പ്രയാസപ്പെടുകയാണ്. ഉറക്കം വരാതിരിക്കുമ്പോ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടക്കുന്ന ഒരു അവസ്ഥ വരികയാണെങ്കിൽ മുഅ്മിനേ, ഈ ദിക്ർ നിങ്ങൾ ചൊല്ലണം കേട്ടോ. ഉറക്കം വരാതെ ഒരു ആണോ പെണ്ണോ പ്രയാസപ്പെടുകയാണെങ്കിൽ മഹാന്മാരെ പഠിപ്പിക്കുകയാണ്, ഈ ദിക്ർ ചൊല്ലിയിട്ട് നിങ്ങൾ രണ്ട് കൈവെള്ളയിൽ ഊതിയിട്ട് മുഖം തടവനം. തിരിഞ്ഞും മറിഞ്ഞും മനപ്രയാസം കൊണ്ട്, ടെൻഷൻ കൊണ്ട്, പ്രയാസങ്ങളെ കൊണ്ട് ഉറക്കം വരാതിരുന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ വാഹിദുൽ ഖഹാർ റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ അൽ അസീസുൽ ഗഫ്ഫാർ. എത്രയോ ആളുകളുണ്ട് ഉസ്താദേ, രാത്രി ഞങ്ങൾക്ക് ഉറക്കമില്ല, രാത്രി എങ്ങനെ തിരിഞ്ഞു മറിഞ്ഞാലും ഉറക്കമില്ല, റൂം മാറിക്കിടന്നാലും ഉറക്കമില്ല, എപ്പോഴും ടെൻഷനാണ്, എപ്പോഴും പ്രയാസങ്ങളാണ്, എപ്പോഴും വിഷമങ്ങളാണ്. അല്ലാഹുവേ, സങ്കടപ്പെടണ്ട. മഹാന്മാരെ പറയുകയാണ്, ഒരു തവണ ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ വാഹിദുൽ ഖഹാർ റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ അൽ അസീസുൽ ഗഫ്ഫാർ. ഈ ദിക്ർ എല്ലാവരും എഴുതി വച്ചില്ലേ? ഈ ദിക്ർ ഒരു തവണ നിങ്ങൾ ഓതിയിട്ട് രണ്ട് കയ്യിൽ ഓതിയിട്ട് മുഖം ഇങ്ങനെ തടവുക. ഉറക്കം വരാത്ത മക്കളടുക്കൽ പോയിട്ട് നിങ്ങൾ ഈ ദിക്ർ ഓതിയിട്ട് അവരെ മന്ത്രിച്ചു കൊടുക്കണോ. ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾക്ക് സുഖമായി ഉറങ്ങാൻ അല്ലാഹു നിങ്ങൾക്ക് കഴിവ് തരുമെന്നാണ്.